So we are going to discuss 100 questions regarding the JPHN question paper. So first one, cardinal symptoms of kwashiorkor are. എന്താണ് cardinal symptoms of kwashiorkor? Edema, growth retardation and mental changes. എഡിമ ഉണ്ടാവുന്നു, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നു, മെന്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? kwashiorkor. നെക്സ്റ്റ് വൺ, റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി. നമ്മൾ വിറ്റമിൻസ് പഠിച്ചതാണ് എന്ത്? റൈബോഫ്ലാവിൻ. ഒക്കെ റൈബോഫ്ലാവിൻ സിന്തസൈസ്ഡ് ബൈ, എവിടെയാണ് റൈബോഫ്ലാവിൻ സിന്തസൈസ് ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഫ്ലോറയാണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? റൈബോഫ്ലാവിൻ സിന്തസൈസ് ചെയ്യുന്നത് എന്ത്? ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഫ്ലോറ സിന്തസൈസ് റൈബോഫ്ലാവിൻ. നെക്സ്റ്റ് വൺ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എങ്ങനെയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരുന്നത്? ദ കോസ് ഫോർ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഈസ് സൈനോകോബാലമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റമിൻ B12. വിറ്റമിൻ B12 ഡെഫിഷ്യൻസി കോസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഈസ് കോസ്ഡ് ബൈ cyanocobalamin or vitamin B12 deficiency. Next one, deficiency of vitamin D. എന്താണ്? ഏത് ഡിസീസ് ആണ് ഉണ്ടാവുന്നത്? വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോസ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താണ്? വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അക്യൂട്ട് റീനൽ ഡിസീസ്. അക്യൂട്ട് റീനൽ ഡിസീസിന്റെ കേസിൽ നമ്മൾ എങ്ങനത്തെ ഡയറ്റാ കൊടുക്കുന്നത്? പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റ്, ഹൈ കലോറി ഫ്ലൂയിഡ് കൺട്രോൾ, സോഡിയം ആൻഡ് പൊട്ടാഷ്യം കൺട്രോൾഡ് ഡയറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ റീനൽ ഫെയിലിയർ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യണം, ഹൈ കലോറി ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യണം, പിന്നെന്താണ്? സോഡിയം ആൻഡ് പൊട്ടാഷ്യം കൺട്രോൾഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ബേൺസിന്റെ കേസിലോ? ബേൺസിന്റെ കേസിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് ബേൺസിന്റെ കേസിൽ നമ്മൾ കൊടുക്കേണ്ടത്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ എന്ത് ഡയറ്റാ കൊടുക്കുന്നത്? കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻസിന് ഹൈ ഫൈബർ ഡയറ്റ്. ഹൈ ഫൈബർ ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താ? കുക്കുംബർ, പിന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, മെയിൻ ആയിട്ടുള്ളത് നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഡയറിയ ലിക്വിഡ് ലോ ഫൈബർ ഡയറ്റ്. ഇപ്പൊ ഡയറി ഉള്ള ആൾ കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഹൈ ഫൈബർ ഡയറ്റ് ആണെങ്കിൽ ഡയറിക്ക് എന്താ? ഫൈബർ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലസ് ലിക്വിഡ് ഡയറ്റ് പ്ലസ് ലോ ഫൈബർ ഡയറ്റ് ആണ് എന്തിന്റെ കേസിൽ കൊടുക്കുന്നത്? ഡയറിയുടെ കേസിൽ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? മെയിൻ ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഡയറ്റ്. എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫങ്ഷൻ? The main function of carbohydrate in diet is provide energy. നമ്മളെ ബോഡിക്ക് വേണ്ട എനർജി തരുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റ് പ്രൊവൈഡ് എനർജി ഫോർ ബോഡി. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ബോഡി കൺസിസ്റ്റ് ഓഫ് 50 to 60% ഓഫ് വാട്ടർ. നമ്മുടെ ശരീരത്തിൽ 50 മുതൽ 60% വരെ എന്താണ്? വാട്ടർ. നമ്മളെ ബോഡി കൺസിസ്റ്റ് ഓഫ് 50 to 60% ഓഫ് വാട്ടർ. ബോഡീസ് മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ദ ബോഡീസ് മെയിൻ സോഴ്സ് ഓഫ് എനർജി ഈസ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡീന്റെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നെക്സ്റ്റ് വൺ, പുവർ മാൻസ് മിൽക്ക്. പുവർ മാൻസ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? റാഗി. റാഗി ഈസ് കോൾഡ് പുവർ മാൻസ് മിൽക്ക്. Poor man's milk is ragi. Next, poor man's meat എന്താണ്? Poor man's meat pulses and legumes ആണ്. സോയാബീൻ ഉണ്ടെങ്കിൽ ആൻസർ സോയാബീൻ പോവും, അല്ലെങ്കിൽ pulses and legumes. Pulses and legumes are the poor man's meat അല്ലെങ്കിൽ സോയാബീൻ. അങ്ങനെയാണ്. സോയാബീൻ ഉണ്ടെങ്കിൽ എന്തിനാ ആൻസർ പോവുക? സോയാബീൻ ആണ് ആൻസർ പോവുക. നെക്സ്റ്റ് വൺ, എനർജി. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നും എത്ര എനർജി നമുക്ക് തരും. 1 gram of carbohydrate give 4 kilocalorie energy. 1 gram of carbohydrate gives 4 kilocalorie energy. 1 gram of protein എത്രയാണ് തരുന്നത്? പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നമുക്ക് എനർജി തരുന്നത് സെയിം ആണ്.
1 gram of carbohydrate give 4 kilocalorie energy. 1 gram of protein gives 4 kilocalorie energy. ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് ആരാണ്? ഫാറ്റ്. 1 gram of fat gives 9 kilocalorie energy. 1 gram of carbohydrate and 1 gram of protein gives 4 kilocalorie energy. 1 gram of fat gives 9 kilocalorie energy. Next one, proximal principles of nutrition. എന്താണ് proximal principles of nutrition എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അല്ലെങ്കിൽ മാക്രോന്യൂട്രിയൻസ് ആർ കോൾഡ് proximal principles of food. അല്ല ന്യൂട്രീഷൻ. proximal principles of nutrition is called macronutrients. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. carbohydrate, protein and fat. Proximal principles of nutrition, carbohydrate, protein and fat. അല്ലെങ്കിൽ എന്താണ്? Macronutrients ആണ് proximal principles of nutrition എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? antioxidant that help protect cells from damage. ഏതാണ്? antioxidant that helps protect cells from damage. നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? വിറ്റമിൻ ഇ. വിറ്റമിൻ ഇ is the antioxidant that helps protect cells from damage. Anti-sterility vitamin is called vitamin E. Anti-sterility vitamin is ഏതാണ്? വിറ്റമിൻ ഇ. Nutrient is necessary for maintain fluid balance in the body. Sodium. Nutrient is necessary for maintain fluid balance in the body is sodium. Next one, nutrient helps for immunity. നമ്മുടെ ബോഡിക്കുള്ള ഇമ്മ്യൂണിറ്റി തരുന്ന ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സിങ്ക്. സിങ്ക് ഹെൽപ്പ് ഫോർ ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് വൺ, സോഴ്സ് ഓഫ് കംപ്ലീറ്റ് പ്രോട്ടീൻ. കംപ്ലീറ്റ് പ്രോട്ടീന്റെ സോഴ്സ് എന്താണ്? മിൽക്ക്. മിൽക്ക് ഈസ് ദ സോഴ്സ് ഓഫ് കംപ്ലീറ്റ് പ്രോട്ടീൻ. Milk is the source of complete protein. Next question. Nutrient is primarily responsible for growth and repair of tissue. Nutrient primarily responsible for growth and repair of ഗ്രോത്തും റിപ്പയറിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂവിന്റെ ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. Protein is essential for growth and repair of tissue. അതുകൊണ്ടാണ് എന്ത് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് കൊടുക്കുന്നത്. എന്താ ടിഷ്യൂസിന്റെ റിപ്പയറിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഡയറി പ്രോഡക്റ്റ്. നമ്മുടെ മിൽക്ക് ഒക്കെ എന്താണ്? ഡയറി പ്രോഡക്റ്റ് റിച്ച് ഇൻ കാൽഷ്യം. ഡയറി പ്രോഡക്റ്റ് വിച്ച് ഇസ് റിച്ച് ഇൻ കാൽഷ്യം. നെക്സ്റ്റ് വൺ, നമ്മുടെ വിറ്റമിൻസ് ഉണ്ട്. ഓരോ വിറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം. വിറ്റമിൻ എ, അതിന്റെ കെമിക്കൽ നെയിം റെറ്റിനോൾ എന്ന് വെച്ചാൽ എന്താണ്? വിറ്റമിൻ എ ആണ്. വിറ്റമിൻ എ റെറ്റിനോൾ. ദ ഡെഫിഷ്യൻസി ഡിസീസ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റമിൻ എ കെമിക്കൽ നെയിം റെറ്റിനോൾ. ദ ഡെഫിഷ്യൻസി ഡിസീസ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റമിൻ B1. B1 അല്ലെങ്കിൽ തൈമിൻ എന്ന് ചോദിക്കാം. വിറ്റമിൻ B1 is also called thiamine. Thiamine deficiency cause beriberi, Wernicke-Korsakoff syndrome. That is എവിടെയാണ്? അത് വിറ്റമിൻ B1 ആൽക്കഹോളിക് പേഷ്യൻസിന് ഉണ്ടാവുന്നതാണ് Wernicke-Korsakoff syndrome. വിറ്റമിൻ B1 is thiamine. Thiamine deficiency leads to beriberi, Wernicke-Korsakoff syndrome. That is occurs in alcoholic patients. Next one, vitamin B2. B2 is called riboflavin. Riboflavin deficiency ആർബിയോഫ്ലാവിനോസിസ് ആണ് ഉണ്ടാക്കുന്നത്. വിറ്റമിൻ B12 റൈബോഫ്ലാവിൻ ആണ്. ആർബോഫ്ലാവിനോസിസ് ആണ്. എർബോഫ്ലാവിനോസിസ് ആണ് എന്തുണ്ടാക്കുന്നത്? റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി. നെക്സ്റ്റ്, വിറ്റമിൻ B3. വിറ്റമിൻ B3 ഈസ് കോൾഡ് നിയാസിൻ അല്ലെങ്കിൽ നിയാസിനമൈഡ്. എ എന്ന് പറയുന്നത് റെറ്റിനോൾ, B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ.
തൈമിൻ ഡെഫിഷ്യൻസി കോസ് ബെറി. വിറ്റമിൻ B3 നിയാസിൻ ആണ് അല്ലെങ്കിൽ നിയാസിനമൈഡ്. ദ വിറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ ഡെഫിഷ്യൻസി കോസ് പെല്ലാഗ്ര. പെല്ലാഗ്ര ഉണ്ടാക്കുന്നത് നിയാസിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ B3 ഡെഫിഷ്യൻസി. വിറ്റമിൻ B5 ഡെഫിഷ്യൻസി എന്താണ് ഉണ്ടാക്കുന്നത്? പാരസ്തീഷ്യ. പാന്തഥേനിക് ആസിഡ് ആണ് എന്ത്? പാന്തഥേനിക് ആസിഡ് ആണ് എന്ത്? B5. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ ഓർ നിയാസിനമൈഡ്, വിറ്റമിൻ B5 പാന്തഥേനിക് ആസിഡ്. വിറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ ആണെങ്കിൽ B3 വരുന്നത് എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിയാസിനമൈഡ്. B5 എന്താണ്? B5 പാന്തഥേനിക് ആസിഡ്. PP എന്ന് ഓർത്താൽ മതി. പാന്തഥേനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി ആണ് എന്തുണ്ടാക്കുന്നത്? പാരസ്തീഷ്യ. നെക്സ്റ്റ് B6 otherwise called pyridoxine. Pyridoxine deficiency cause anemia, peripheral neuropathy. Peripheral neuropathy caused by vitamin B6 deficiency. Vitamin B6 deficiency cause peripheral neuropathy. വിറ്റമിൻ B7 എന്താണ്? B7 ആണ് ബയോട്ടിൻ. ബയോട്ടിൻ ഡെഫിഷ്യൻസി കോസ് എൻഡ്രൈറ്റിസ് ആൻഡ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസും എൻഡ്രൈറ്റിസും ഉണ്ടാക്കുന്നതാണ് എന്ത്? B7 അല്ലെങ്കിൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി. B9 എന്താണ്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കോസ് എന്താണ്? പ്രഗ്നൻസിയിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാക്കും. പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണെങ്കിൽ എന്താ? ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. വിറ്റമിൻ B12 എന്താണ്? B12 അതർവൈസ് കോൾഡ്, കെമിക്കൽ നെയിം എന്താണ്? സൈനോകോബാലാമിൻ, മീഥൈൽ കോബാലാമിൻ. ഇങ്ങനെയൊക്കെ വെച്ചാൽ എന്താണ്? വിറ്റമിൻ B12 ആണ്. B12 ഡെഫിഷ്യൻസി എന്താണ് ഉണ്ടാക്കുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റമിൻ B12 സൈനോകോബാലാമിൻ ആണ് അല്ലെങ്കിൽ മീഥൈൽ കോബാലാമിൻ ആണ്. അത് ഡെഫിഷ്യൻസി ആണെങ്കിൽ എന്താ ഉണ്ടാക്കുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റമിൻ C എന്താണ്? അസ്കോബിക് ആസിഡ് ആണ് വിറ്റമിൻ C. വിറ്റമിൻ C ഡെഫിഷ്യൻസി കോസ് സ്കർവി. സ്കർവി ആണ് സ്കർവി. വിറ്റമിൻ C അസ്കോബിക് ആസിഡ് ആണ് അതിന്റെ കെമിക്കൽ നെയിം. അത് ഡെഫിഷ്യൻസി, വിറ്റമിൻ C ഡെഫിഷ്യൻസി എന്താ ഉണ്ടാക്കുന്നത്? സ്കർവി. നെക്സ്റ്റ് വിറ്റമിൻ D. വിറ്റമിൻ D ഡെഫിഷ്യൻസി എന്താ? കോളികാൽസിഫെറോൾ ആണ് കെമിക്കൽ നെയിം. കോളികാൽസിഫെറോൾ വിറ്റമിൻ ഡിന്റെ കെമിക്കൽ നെയിം ആണ്. ഡെഫിഷ്യൻസി ഡിസീസ് എന്താ ഉണ്ടാക്കുന്നത്? റിക്കറ്റ്സ് എവിടെയാ അഫക്ട് ചെയ്യുന്നത്? ബോൺസിനെയാണ്. ഓസ്റ്റിയോമാലേഷ്യ ആൻഡ് റിക്കറ്റ്സ് കോസ്ഡ് ബൈ വിറ്റമിൻ D deficiency. വിറ്റമിൻ D is otherwise it's called calciferol അല്ലെങ്കിൽ the chemical name of vitamin D is calciferol. The deficiency disease is rickets and osteomalacia. Next, vitamin E. ടോക്കോഫെറോൾ ആണ് വിറ്റമിൻ E. ടോക്കോഫെറോൾ വിറ്റമിൻ D. വിറ്റമിൻ E is ടോക്കോഫെറോൾ. സ്റ്റെറിലിറ്റി എന്താ ഉണ്ടാക്കുന്നത്? സ്റ്റെറിലിറ്റി ഡെഫിഷ്യൻസി ഈസ് വെരി റയർ ആണ്. വിറ്റമിൻ E. അനീമിയ എവിടാ? മൈൽഡ് ഹീമോലൈറ്റിക് അനീമിയ ഇൻ ന്യൂബോൺസിന് എന്താ? മൈൽഡ് ഹീമോലൈറ്റിക് അനീമിയ ഇൻ ന്യൂബോൺ ഇൻഫാൻസ്. പിന്നെ എന്താണ്? വിറ്റമിൻ കെ എന്താണ്? അതിന്റെ കെമിക്കൽ നെയിം ഫൈലോക്വിനോൺ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി എന്താണ്? വിറ്റമിൻ കെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഹീമോഫീലിയ ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ഫസ്റ്റ് വിറ്റമിൻ എ, വിറ്റമിൻ B1, B2, B3 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് ചോദിച്ചു വിറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. പെല്ലാഗ്ര വിറ്റമിൻ നിയാസിൻ അല്ലെങ്കിൽ B3 ഡെഫിഷ്യൻസി പെല്ലാഗ്രയാണ്. നെക്സ്റ്റ് B12 ഡെഫിഷ്യൻസി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. വിറ്റമിൻ സി ഉണ്ടാക്കുന്നത് അസ്കോബിക് ആസിഡ് ആണ്, സ്കർവി ആണ് ഉണ്ടാക്കുന്നത്. ഇത്രയെങ്കിലും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. എവിടെയാണ് ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ? പ്രൈമറി ഹെൽത്ത് സെന്റർ.
പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസറും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് എവിടെയാണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. നെക്സ്റ്റ്, ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് എന്ത്? സൊസൈറ്റി എന്ന് പറയുന്നത്. ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് സൊസൈറ്റി. The process of motivates people to adopt and sustain healthy and lifestyle. അതിന് എന്താണ് പറയാ? ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ് ദാറ്റ് മോട്ടിവേറ്റ് പീപ്പിൾ ടു അഡോപ്റ്റ് ആൻഡ് സസ്റ്റെയിൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും എന്താക്കുന്നതിനാണ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഫോക്കൽ പോയിന്റ് ഫോർ ഡെലിവറി ഓഫ് ICDS സർവീസ്. എവിടെയാണ് ഫോക്കൽ പോയിന്റ് ഓഫ് ഡെലിവറി ഓഫ് ICDS സർവീസ് എന്ന് പറയുന്നത്? എവിടെയാണ്? അംഗൻവാടി വർക്കേഴ്സ്. അംഗൻവാടിയിലാണ് എന്ത്? വർക്കേഴ്സ് ആണ് ഇത് എന്ത് ചെയ്യാ? പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് ഫോർ ഡെലിവറി ഓഫ് ICDS സർവീസ് എന്ന് പറയുന്നത് അംഗൻവാടി. Which of the following concept of health is recognized by WHO? WHO ഏതാണ് അഡോപ്റ്റ് ചെയ്തത്? ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ആണ് ആര്? WHO റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് ഈസ്. ബാക്ക്ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹോം വിസിറ്റ്. ബാക്ക്ബോൺ ഓഫ് public health is home visit. Kingpin for the delivery of healthcare at the level of subcenter. Kingpin for the delivery of healthcare at the level of subcenter. Answer എന്താണ്? Female health worker. Kingpin for delivery of healthcare at the level of subcenter എന്ന് പറയുന്നത് ആരാണ്? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണ്. Kingpin for the delivery of healthcare at the level of subcenter, female health worker. Next one, female health assistant expected to cover population of. എത്രയാണ് കവർ ചെയ്യേണ്ടത്? 20,000 in plain area. 20,000 in plain area. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 30,000 ഇൻ ഹില്ലി ഏരിയ ആൻഡ് 20,000 ഇൻ പ്ലെയിൻ ഏരിയ. നെക്സ്റ്റ് വൺ, എസെൻഷ്യൽ അമിനോ ആസിഡ്. ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? ഏതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് വൺ, ICMR recommended daily requirement for protein in infant. ഇൻഫാന്റിന് ഡെയിലി റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയാണ്? 1.16 gram per kg. പെർ ഡേ എത്രയാണ്? 1.16 gram per kg ആണ് കൊടുക്കേണ്ടത്. ന്യൂട്രീഷണൽ ഇൻഡെക്സ് ഇൻക്ലൂഡ്. നമ്മുടെ ന്യൂട്രീഷണൽ ഇൻഡെക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വെയിറ്റ് ഫോർ ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ഫോർ ഏജ്, ഹൈറ്റ് ഫോർ ഏജ്, വെയിറ്റ് ഫോർ ഏജ്. ഇത്രയാണ് എന്തിലുള്ളത്? ന്യൂട്രീഷണൽ ഇൻഡെക്സിലെ. ആൻസർ എന്തൊക്കെയാണുള്ളത്? വെയിറ്റ് ഫോർ ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, ഏജ് ഫോർ ഹൈറ്റ്, ഏജ് ഫോർ വെയിറ്റ് ഫോർ ഏജ്, ഹൈറ്റ് ഫോർ ഏജ്, വെയിറ്റ് ഫോർ ഏജ്. ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്? ന്യൂട്രീഷണൽ ഇൻഡെക്സിൽ വരുന്നത്. ന്യൂട്രീഷണൽ ഇൻഡെക്സ് ഇൻക്ലൂഡ് വെയിറ്റ് ഫോർ ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ഫോർ ഏജ്, height for age, weight for age. Next, process of addition or subtraction of anything from the food which affect its nutritional value. എന്താണത്? പ്രോസസ് ഓഫ് അഡീഷൻ ആവാം, സബ്സ്ട്രാക്ഷൻ ആവാം, എനിത്തിങ് ഫ്രം ഫുഡ് വിച്ച് affect its nutritional value is called food adulteration. ന്യൂട്രീഷണൽ വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യോ സബ്സ്ട്രാക്ട് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ഫുഡ് അഡൾട്രേഷൻ. എക്സാമ്പിൾ എന്താണ്? നമ്മളെ
മുളക് പൊടിയിൽ ബ്രിക്സ് പൗഡർ ഇടുന്നത്, മുളക് പൊടിയിൽ എന്താ ബ്രിക്സ് പൗഡർ ഇടുന്നത്, അങ്ങനത്തെയൊക്കെയാണ് എന്ത് ഫുഡ് അഡൾട്രേഷൻ. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്താണ്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് എസെൻഷ്യൽ മൈക്രോന്യൂട്രിയൻസ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ടു ദ ഫുഡ് to improve its nutritional value. ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതിന് ആണ് എന്ത് പറയുന്നത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് essential micronutrients, vitamins and minerals to the food to improve its nutritional value. Next one, biological indicators in drinking water should ideally be free from എന്താണ്? പാത്തജൻസ്, ഇക്കോളൈ, ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കസ്, ഇത്രയും ബാക്ടീരിയസ് എന്നൊക്കെ ഫ്രീ ആണെങ്കിലാണ് എന്ത് പറയാ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ഫ്രം പാത്തജൻസ്, ഒരു ബാക്ടീരിയയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. Taking out the stress of office on family members is an example of dash type of defense mechanism. Displacement ആണ് ആൻസർ. എന്താ, നിങ്ങൾക്ക് ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പാവേനെ എടുത്തെറിയുക, നിങ്ങൾക്ക് ലെസ് ത്രട്ടണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇതാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. Taking out of the stress of office on family members is an example of dash type of defense mechanism. അതെന്ത് മെക്കാനിസത്തിൽ ഏതാണ് ഡിഫൻസ്? ഡിസ്പ്ലേസ്മെന്റ്. ലെസ് ത്രെട്ടണിങ് അല്ലെങ്കിൽ ഒരു ത്രെട്ടും ഇല്ലാത്തതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത്ലറ്റ്സ് ഫുഡ് ടീനിയ പെഡിസ് ഈസ് ഇൻഫെക്ഷൻ ബിറ്റ്വീൻ ടോസ് ഓഫ് ഫുഡ് കോസ്ഡ് ബൈ. അത്ലറ്റ്സ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീനിയ പെഡിസ് ആണ് കോസ് ചെയ്യുന്നത്. പെഡിസ് എവിടെയാണ്? ഫുഡിലാണ് ഉണ്ടാവുന്നത്. ഇത് കോസ് ചെയ്യുന്നത് എന്താണ്? ഫംഗസ് ആണ്. അത്ലറ്റ്സ് ഫുഡ് ടീനിയ പെഡിസ് ഇസ് എ ഫംഗൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ, BCG വാക്സിൻ ഗിവൺ അഗെയിൻസ്റ്റ്. BCG എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്? ട്യൂബർകുലോസിന് അഗെയിൻസ്റ്റ് ആണ് എന്ത്? BCG വാക്സിൻ. BCG വാക്സിൻ ഷുഡ് ഗിവൺ ഇൻട്രാഡെർമൽ. BCG vaccine should given intradermally. Substance that stimulate the production of antibody. Antibody in substance that stimulate the production of antibody antigen ആണ്. Next, the most effective and essential method of sterilization in hospital. Most effective and essential method of sterilization in hospital എന്ന് പറയുന്നത് ഏതാണ്? Autoclaving. Autoclaving is the most effective and essential method of sterilization in hospital. Next one, autoclaving ആണ് best effective and essential method എന്ന് പറയുന്നത്. Sputum collection is mainly to test. Sputum collection എന്താ? Mainly to test tuberculosis ആണ്. Next, typical symptoms of cholera. Rice water stool. Typical symptom of cholera എന്ന് പറയുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾ. റൈസ് വാട്ടർ സ്റ്റൂൾ സീൻ ഇൻ കോളറ. Best method of disposal of hospital waste is incineration. Best method of disposal of hospital waste is incineration. Zidovudine is one drug of choice for AIDS. എയ്ഡ്സിന്റെ വൺ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഏതാണ്? സിഡോവുഡിൻ. wound caused by moist heat. Wound caused by moist heat is scalds. Scalds ആണ് എന്ത്? സ്കാൽസ് ആണ് എന്ത്? സ്കാൽസ് ആണ് എന്ത് ഉണ്ടാക്കുന്നത്? മോയിസ്റ്റ് ഹീറ്റ് ആയിട്ടുള്ള വൂണ്ട്. വൂണ്ട് കോസ്ഡ് ബൈ മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത് സ്കാൽസ് ആണ്. Anaphylactic shock is caused by allergic reaction. അനാഫിലാറ്റിക് ഷോക്ക് ഉണ്ടാക്കുന്നത് എന്താണ്? അലർജിക് റിയാക്ഷൻ കൊണ്ടാണ് അനാഫിലാറ്റിക് ഷോക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് BP. നമ്മളെ BP ഹൈ ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് എന്ത്? ആന്റി ഹൈപ്പർടെൻസീവ്. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഈസ് treat high blood pressure. The abbreviation QID.
QID അബ്രിവേഷൻ എന്താണ്? 4 times ഡെയിലി. ഒരു ഡേയില് 4 times കൊടുക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? QID. 1 ml എന്ന് പറയുന്നത് എത്ര ഡ്രോപ്സ് ആണ്? 15 ഡ്രോപ്സ്. 15 ഡ്രോപ്സ് ആണ് എന്ത്? 1 ml. 1 ml is equal to 15 drops. Drug that destroy microorganism is called, ഏതൊരു മൈക്രോ ഓർഗാനിസത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് എന്ത് പറയുന്നത്? ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ആർ ദ ഡ്രഗ്സ് that destroy microorganisms. Angle of insertion of subcutaneous injection, 45-degree angle. Angle of insertion of subcutaneous injection, 45-degree angle. 1 pint is equal to 500 ml. 1 pint is equal to 500 ml. Progressive increase in the skill and capacity to function. Increase in the skill and capacity to function എന്താണ്? Development. Progressive increase in skill and capacity to function is called development. Caloric requirement of infant for 24 hours. Caloric requirement for 24 hours like എത്രയാണ്? 100 to 120 kilocalorie gram per kg ആണ് വേണ്ടത്. Malnutrition caused by protein deficiency ആയിട്ടുള്ള malnutrition ഏതാണ്? Kwashiorkor. Inflammation of LRT, lower respiratory tract with severe obstruction at the level of bronchioles is called bronchitis. Inflammation of the lower respiratory tract with severe obstruction at the level of bronchioles is called bronchitis. Lateral curvature of spine from midline is called scoliosis. Lateral curvature ആണെങ്കിൽ അതിന് സ്പൈനിനെ പറയുന്നതാണ് scoliosis. Deficiency of antidiuretic hormone cause diabetes insipidus. Deficiency of antidiuretic hormone cause diabetes insipidus. MGSO4 drug of choice for എന്താണ്? Pre-eclampsia. Pre-eclampsiaന്റെ drug of choice എന്ന് പറയുന്നത് ഏതാണ്? MGSO4. Inflammation of the tongue is called glossitis. Glossitis is the inflammation of tongue. Pigment responsible for skin color. Melanin is responsible for skin color. Skin color responsible ആയിട്ടുള്ള ആരാണ്? Melanin. Ulcerated or slugged area tissue subjected to pressure from lying mattress. നമ്മളൊരു ബെഡിൽ എപ്പോഴും കിടന്നിട്ടുണ്ട്, ഒരു പ്രഷർ ഉണ്ടാവുന്നത് മൂലം ഉണ്ടാവുന്നത് എന്താണ്? ഡെക്യുബിറ്റസ് അൾസർ, പ്രഷർ സോർ എന്നൊക്കെ പറയുന്നതാണ് ഉണ്ടാവുന്നത്. Sudden return of normal temperature from a very high temperature within a few hours or days is called crisis. Sudden return of normal temperature from a very high temperature within a few hours or days is called crisis. The number of pulse beats in minute is called rate. The number of pulse beats in a minute is called rate. Increased respiratory rate over 40 breaths per minute is called tachypnea. Tachypnea is increased respiratory rate over 24 breaths per minute. Tachypnea. The lack of oxygen in the tissue known as anoxia. Lack of oxygen in the tissue is known as anoxia. The lack of oxygen in the blood is known as anoxemia. Anoxemia. Causative organism of whooping cough, Bordetella pertussis. Causative organism of whooping cough എന്ന് പറയുന്നത് എന്താ? Bordetella pertussis ആണ്. Which condition is called 100 days cough? 100 days cough എന്ന് പറയുന്നത് whooping cough തന്നെയാണ്. Next,
കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ് എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് മെത്തേഡ് അല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ്. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എയ്ഡ്സ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. Next, mode of transmission of hepatitis B, parenteral route. Mode of transmission of hepatitis B is parenteral route. Next one, diethyl carbamazine is used to treatment of filariasis. Diethyl carbamazine is used to treatment of filariasis. Filariasis is treated with diethyl carbamazine. Carbamazine ആണ് എന്ത്? Filariasis treat ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. Next, insulin is produced from pancreas. Beta cells of Langerhans. Langerhans pancreasile beta cells of Langerhans ആണ് എന്തുണ്ടാക്കുന്നത്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Drug used to induce labor. Labor induce ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? Oxytocin. Neural tube defect can be preventable preconceptional with folic acid. Folic acid വെച്ചിട്ടാണ് neural tube defect can be preventable preconceptionally with folic acid. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Epidemiology is the study of. Epidemiology is the study of distribution, pattern and determinants of health related states or events in population. Distribution, pattern, determinants, health-related states or events in a population is called epidemiology. Which meal plan is best for patient with DM? High fiber and protein intake. High protein and high fiber diet ആണ് ആർക്ക്? Diabetes patients, diabetes mellitus ഉള്ള patients യൂസ് ചെയ്യേണ്ടത്. Next, pulse rate above 100 beat per minute is called tachycardia. Temporary opening between two atria in fetal heart, foramen ovale. Temporary opening between two atria in fetal. Two atriaത്തിന്റെ അവിടെയുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത്? foramen ovale. Organ secrete bile. Bile secreted by liver. Liver secrete bile. Number of new cases occurring in a defined geographical area is called incidence. Number of new പുതിയ cases occurred in a defined ഒരു particular ആയിട്ടുള്ള defined geographical area ഉണ്ടാവുന്നതിനാണ് എന്ത് പറയുന്നത്? Incidence. Active immunity may be acquired by active immunity may be acquired by an attack of disease. Active immunity may be acquired by an attack of disease. എക്സാമ്പിൾ എന്താണ്? നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. Next, most important cause of diarrhea in infant and children. Rotavirus is the most important cause of diarrheal disease in children. Janani Suraksha Yojana is related to reproductive and child health service. Child healthലാണ് എന്ത്? ജനനി സുരക്ഷ യോജന RCH include ചെയ്യുന്നത്. Expulsion of gas from intestinal tract is called carminative. ഏതാണ്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എന്ത്? കാർമിനേറ്റീവ്സ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? എക്സ്പെൽഷൻ ഓഫ് ഗ്യാസ് ഫ്രം intestinal tract. കാർമിനേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Freedom from disease causing organism. Asepsis. Aseptic area ആണ് എന്ത്? Freedom from disease causing microorganism. Asepsis. ECT is discovered by Serletti and Bini. Serletti and Bini is discovered ECT.
disease affecting large large proportion of a population in a wide geographical area is known as pandemic. ഒരു ഡിസീസ് ലാർജ് പ്രൊപ്പോർഷനില് ഒരു പോപ്പുലേഷനെ അഫക്ട് ചെയ്യാണ് വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ, അതിനെയാണ് എന്ത് പാൻഡമിക് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ആണെങ്കിൽ പാൻഡമിക് ആണ്. ആന്റി ടി ബി ഡ്രഗ് വിച്ച് കോസ് പെരിഫറൽ ന്യൂറോപ്പതി, INH ആണ് എന്ത് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ദാറ്റ് കോസ് പെരിഫറൽ ന്യൂറോപ്പതി. റിഫാംഫിസിൻ ആണ് റെഡ് കളേർഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളേർഡ് യൂറിൻ ഉണ്ടാക്കുന്നത്. വിച്ച് ഓഫ് ദ വാക്സിൻ ദാറ്റ് ഷുഡ് നോട്ട് ഗിവൻ baby of HIV positive mother, which of the vaccine that should not given baby of HIV positive mother is BCG. We are not supposed to give BCG if mother is HIV positive. Diclofenac sodium is an anti-inflammatory analgesic. Diclofenac sodium is the anti-inflammatory and inflammatory analgesic drug ആണ്. Next one, coronary artery disease, which relieved by rest and nitroglycerin. Coronary artery disease which relieved by rest and nitroglycerin is angina. കൊറോണറി ആർട്ടറി ആൻജൈനയാണ് എന്ത് റെസ്റ്റും നൈട്രോഗ്ലിസറിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവുന്നത് റിലീവ് ചെയ്യുക അല്ലെങ്കിൽ കുറയുന്നത്. മെഡിസിൻ യൂസ്ഡ് ടു ഫാർമക്കോളജിക്കൽ ക്ലോഷർ ഓഫ് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ഈസ് ഇൻഡോമെഥാസിൻ. മെഡിസിൻ that used to closure of patent ductus arteriosus is indomethacin. Indomethacin is used for closure of patent ductus arteriosus. Next one, fifth cranial nerve is trigeminal nerve. Cranial nerves ഒക്കെ നമ്മൾ already discuss ചെയ്തതാണ്. Fifth cranial nerve is trigeminal nerve. Next one, McBurney's point is associated with എന്താണ് appendix. അപ്പൻഡിസിൻ്റെതായിട്ടാണ് എന്ത് McBurney point is associated with appendix. Wind's tumor is associated with എന്താണ് കിഡ്നിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഹോഴ്സ് ഷൂ കിഡ്നി എന്ന് പറയുന്നതും വിൻസ് ട്യൂമറിനെയാണ്. നെക്സ്റ്റ് വൺ, ഗുലൻ-ബാരി സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ് സിൻഡ്രോമിൽ ഉള്ള എന്തൊക്കെയാണ് ടിംഗ്ലിംഗ്, നംനെസ്, വീക്ക്നെസ് ഓഫ് ലിം. ടിംഗ്ലിംഗ്, നംനെസ്, വീക്ക്നെസ് ഓഫ് ലിം അതാണ് എപ്പോ ഉണ്ടാവുന്നത് ഗുലൻ-ബാരി സിൻഡ്രോമിന്റെ എന്ത് സിംറ്റംസ്. ടിംഗ്ലിംഗ് ഉണ്ടാവും, നംനെസ് ഉണ്ടാവും, വീക്ക്നെസ് ഓഫ് ദ ലിം, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വി ഹാവ് ടു സ്റ്റഡി ഫോർ JPHN എക്സാം. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് പഠിക്കുക. താങ്ക് യു.